സെക്കൻഡ് ഷോയിലെ കുരുടിയായിട്ടായിരുന്നു തുടക്കം. ആളുടെ മുഖം ഇപ്പൊ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഹലോ ഹായ് ചെക്ക് ചെക്ക് സൗണ്ട് ചെക്ക് സണി. ഒരു മിനിറ്റ് അല്ല, പോയിട്ട് തിരക്കെന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു 15-20 മിനിറ്റ് പോരെ? പോരല്ലോ, 4 മണിക്കൂർ നമ്മുടെ ഷോ. 4 മണിക്കൂർ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്? അത് 919 സ്പോട്ട്ലൈറ്റ് തീർന്നു കഴിയുമ്പോഴേക്കും മനസ്സിലാവും. എന്റെ പണി തീരും. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയില്ല. ഇഞ്ചായി കൊല്ലാനുള്ള പരിപാടിയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഈ അലമ്പൊക്കെ നിർത്തി പരിപാടി തുടങ്ങാം. സെക്കൻഡ് ഷോയിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് തട്ടത്തിൻ മറയത്ത് നീക്കോ ഞാച്ച ആനയും റസൂലും നീലാകാശവും പച്ചക്കടലും കടന്ന് ഇപ്പതാ മോസയിലെ കുതിരമീനുകളിൽ എത്തി നിൽക്കുന്ന ഒരു നാടൻ. നമസ്കാരം, ഞാൻ സണ്ണി വെയിൻ. സുജിത് ഉണ്ണികൃഷ്ണൻ സണ്ണി വെയിനായ കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. സിനിമയിൽ വരുന്നതിന് മുന്നേ എനിക്ക് സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു നിക് നെയിം ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ആദ്യത്തെ സിനിമ എടുക്കുന്നതും. അപ്പൊ അവരും സിനിമയ്ക്കകത്തും അവര് എന്നെ സണ്ണി 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 എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ അത് സ്പ്രെഡായി. അതങ്ങനെ ഇപ്പൊ ഞാൻ സണ്ണി വെയിൻ ആയിട്ട്. ഈ വെയിൻ എന്ന് പറഞ്ഞ സർനെയിം എവിടെ നിന്ന് വന്നു? ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം, .txt എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് നെയിം ആക്കിയെന്നുള്ളൂ. സണ്ണി ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. സണ്ണി തനിച്ചല്ല, വെയിനും കൂടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ മാത്രം അവകാശം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും സ്വന്തമായ അവകാശങ്ങൾ ഉണ്ടായിക്കോട്ടെ. അല്ല, ഞാൻ സ്വന്തമായിട്ടൊരു തറവാട്ട് പേര് ഇട്ടു. പ്രത്യേകിച്ച് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ വെയിനിൽ സിനിമ ഓടുന്ന നടൻ സണ്ണി വെയിൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇപ്പൊ പയറ്റുന്നത് മലയാള സിനിമയിലാണ്. എനിക്ക് മുന്നിലിരിക്കുന്ന ഈ നടനെ നമുക്കിതാ ഇങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പൊ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കേക്കട്ടെ, വീട് വയനാട്. പ്രകൃതി രമണീയായിട്ടുള്ള നാടാണ്. രമണി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പഴയ ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് നമ്മുടെ പഴയ രമണിയില്ല. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തി അമ്മയുണ്ട്, കൊച്ചുണ്ട്. സിനിമ സ്വപ്നം കണ്ടു നടന്നൊരു കാലം. അഹങ്കാരം കൊണ്ട് പറയണല്ലോ കേട്ടോ. സ്വപ്നമായിട്ട് അങ്ങനെ കണ്ടിരുന്നില്ല. കാരണം നമുക്ക് ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലായിരുന്നു സിനിമ. സ്വപ്നത്തിനപ്പുറമായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഇപ്പോഴുമാണ്, അല്ലാതല്ല പറഞ്ഞത്. അത് അണ്ടർലൈൻ ഇടുന്നുണ്ട്. എന്താ പറയാ, നമ്മുടെ ഒരു ബൗണ്ടറി ലൈനിൽ കിടക്കുന്ന ഒരു സാധനമല്ല അത്. കിട്ടിയത് എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പൊ ആ വഴിക്ക് അങ്ങനെ പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആണ് സിനിമ എടുക്കുന്നത്. സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമ. കുരുടി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് എന്നോടൊന്ന് ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു എന്റെ ഫ്രണ്ട്സ്. അപ്പൊ അത് ചെയ്തു. അതിലൊരു ടിക്കറ്റ് കിട്ടി. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ പലരും ഇങ്ങനെ പറയും, സീരിയലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? സ്കൂളിൽ 10th പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. സീരിയൽ കിട്ടുമായിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് ആ ചോദ്യത്തിലൂടെ അതങ്ങനെ അതങ്ങ് മുങ്ങിപ്പോയി. പിന്നെ ഇപ്പം അതിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇനി ആരും എന്ത് ചെയ്താലും അതോടൊന്നും പോവില്ല. സണ്ണി വെയിന്റെ താടി പോലെ. ചിരിക്കാൻ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഇതെപ്പോ കണ്ടാലും ഈ താടി ഉണ്ടല്ലോ, ഇതിന് പിന്നിൽ വല്ല രഹസ്യമുണ്ടോ? അരക്കിറക്ക് ആറ്റിറ്റ്യൂഡ്, അതും അല്ലെങ്കിൽ നിരാശ. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പലരും മുടി വെട്ടാതിരിക്കുകയും താടി വളർത്തുകയൊക്കെ ചെയ്യുന്നത്. നടൻ സണ്ണി വെയിനെ മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഈ താടി വെച്ച രൂപത്തിൽ തന്നെയാ. മോശയിലെ കുതിരമീൻ കണ്ടിട്ടില്ലല്ലേ? അതിൽ ഫുൾ ക്ലീൻ ഷേവ്ഡ് ആണ്. അതിപ്പോ ഈ പുതിയ പടം. അതല്ലാതെ മാറ്റി നിർത്തി എപ്പോഴും താടിയില്ലേ? നിരാശയാ? അല്ല, നിരാശ മാറിയിട്ടില്ല കേട്ടോ. അപ്പൊ നിരാശയ്ക്ക് മുമ്പ് ഒരു ആശ ഉണ്ടായിരുന്നു. ആശ ആർക്കില്ലാത്ത? നിങ്ങൾക്കില്ല ആശ? എന്തോ നിങ്ങൾക്കില്ല ആശ? ഈ ഉത്തരം മുട്ടുമ്പോഴാണ് ആളുകൾ കൊഞ്ഞനം കുത്തുന്നത്, അല്ലെങ്കിൽ മറു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ പറയൂ, ഇപ്പൊ എന്താണ് പ്രസന്റ് സ്റ്റേറ്റസ്? സിംഗിൾ. അല്ല, ഇനിയിപ്പോ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് തന്നെ വെക്കട്ടെ. അതിപ്പോ ഞാൻ ചോദിച്ചാൽ പറയാനിരിക്കുകയാണ്. അല്ലെങ്കിലും അല്ല, സിംഗിൾ ആണ്. നമുക്ക് 2 ഡോട്ട്സ് ആണുള്ളത്. സിംഗിൾ അല്ലെങ്കിൽ മാരീഡ്. ഐ എം നോട്ട് മാരീഡ്, സോ സിംഗിൾ, സിമ്പിൾ. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇഷ്ടമാണെന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞ എന്നാ? കോളേജ് പഠിക്കണം. കോളേജ് വരെ എടുത്തു? സ്കൂൾ സോറി. അല്ല, പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യം. ഫസ്റ്റ് നമ്മളൊരു ഏജന്റ് ഒക്കെ ഉണ്ടാവല്ലോ. അതൊക്കെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കുട്ടി കുട്ടി പ്രേമം. ഞാൻ അതല്ല ചോദിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരു അഫയർ. അതെപ്പോഴായിരുന്നു, എന്നായിരുന്നു, ആരായിരുന്നു? അതൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ എടുത്തിങ്ങനെ ഇടണോ? എല്ലാം പൊട്ടി ചുമ്മാ രസമല്ലേ? അല്ല, കൊച്ചു കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഞാനിപ്പോ ഇതിപ്പോഴും ഓർത്തോണ്ട് നടക്കാന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. ഫഹദ് ഫാസിൽ കൂടെ എൻഗേജ്ഡ് ആയ സ്ഥിതിക്ക് മലയാള സിനിമയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ഇപ്പോ സണ്ണി വെയിനാണ്. അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. മഹോനാഥ്. ആ ഒരു സ്റ്റേറ്റസ് മാറ്റാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല, അടുത്തെന്തായാലും അല്ല, അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. എന്തായാലും ഒരു പെൺകുട്ടിയെ സണ്ണി വെയിൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ പെൺകുട്ടി എങ്ങനത്തെ ആളായിരിക്കണം? അത്യാവശ്യം കച്ചറായിരിക്കണം. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ ഉണ്ടാവും കച്ചറയാണെങ്കിൽ. ഒരു വീട്ടിൽ 2 കച്ചറകൾ വേണം. വീടൊരു ബോംബ് പോലെ പൊട്ടിക്കൊണ്ടേയിരിക്കണം. ഇത് നടൻ സണ്ണി വെയിൻ 919 സ്പോട്ട്ലൈറ്റിൽ.